ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ച് ഒരു കറി ഉണ്ടാക്കാം. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ഉണ്ട്. ചിക്കൻ കഴുകി വൃത്തിയായിട്ട് എടുത്തു വയ്ക്കണം. ഉരുളക്കിഴങ്ങ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കണം. 2 സവാള കൊത്തി അരിഞ്ഞെടുക്കുക. ചെറിയ ഉള്ളി ഒരു 5 എണ്ണം, 4 പച്ചമുളക്, ഒരു തക്കാളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള എണ്ണ വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇറച്ചി മസാലയും കൂടെ മിക്സിയിൽ അരച്ചെടുത്ത് വയ്ക്കണം. ആവശ്യത്തിനുള്ള ഉപ്പെടുക്കണം. തേങ്ങാപ്പാൽ, ഇത് 2-ാം പാലും 3-ാം പാലുമാണ്. 1-ാം പാൽ പ്രത്യേകം മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് അടുപ്പിൽ പാൻ വെച്ച് ഒരു 6 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഈ സവാള ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ചേർക്കണം. 2 ബേ ലീവ്സ് കൂടെ നമുക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കുക. പച്ചമുളക്, ചെറിയ ഉള്ളി, തക്കാളി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഇതൊക്കെ ഒരുവിധം വെന്ത്, ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ചേർക്കണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് 2-ാം പാലും 3-ാം പാലും ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം. ചിക്കൻ നന്നായിട്ട് വെന്ത് ഇതിലേക്ക് 1-ാം പാൽ നമുക്ക് ചേർക്കാം. നമ്മുടെ ചിക്കൻ വിത്ത് ആലു കറി റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർക്കാം. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി. താങ്ക്സ് ഫോർ വാച്ചിങ്.